ഇന്നലത്തെ തിരക്കിനിടയിൽ മിസ്സായി പോയ നമ്മുടെ അഹാന കൃഷ്ണ എഗെയിൻ എയർ പോയ ബർത്ത്ഡേ വ്ളോഗ് ഓഫ് ദിയ കൃഷ്ണ ആൻഡ് അശ്വിൻ സൺ ഓമി. അങ്ങനെ തന്നെയല്ലേ ഇംഗ്ലീഷൊക്കെ പറയാം, ഈ കണ്ടന്റിൽ ഇംഗ്ലീഷൊക്കെ വേണം. അപ്പോൾ സ്നേഹ തിരിച്ചു വന്നിരിക്കുകയാണ്. വൈ ബിക്കോസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തിരിച്ച് വീണ്ടും വന്നിരിക്കുകയെന്ന് പറയാൻ കാരണം ഒരിടയ്ക്ക് ഞാൻ സ്നേഹനോട് വീഡിയോ എടുക്കാണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്നേഹം പറയും ഇല്ല ബിഗ് ബോസിൻ്റെ ഒക്കെ ആണെങ്കിൽ എന്നെ ചുമ്മാ വന്നിരുന്ന് പോകാന്നല്ല, വേറെ ഇല്ല എന്ന് പറഞ്ഞാൽ മാറിപ്പോണ ഒരാളാണ്. നിങ്ങളുടെ അപാരമായ മോട്ടിവേഷൻ കമന്റ് ബോക്സിൽ വന്നതുകൊണ്ട് ചിലരൊക്കെ വന്നിട്ട് സ്നേഹ ചേച്ചി സോ പ്രിറ്റി, സ്നേഹ ചേച്ചി എന്തിനു വാട്ടർ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞ് ആവേശം കൂട്ടി മൂപ്പിച്ച് എന്നോടൊന്ന് പറയാ കൃഷ്ണന് വീഡിയോ എടുക്കണില്ലേ. ഞാൻ പറഞ്ഞു അല്ല സ്നേഹം എന്തിനെടുക്കേണ്ട ആവശ്യം, അത് അവരുടെ ഫാമിലീൻ്റെ ഉള്ളിൽ ഒരു കേക്കിന്റെ സാധനം, എനിക്ക് വേറൊരു വേർഷനാണ്, സ്നേഹയ്ക്ക് മേ ബി വേറൊരു വേർഷൻ ആയിരിക്കാം. കുറേ ആളുടെ റിയാക്ഷൻ വീഡിയോസ് ഞാൻ കണ്ട അവർക്കൊരു വേർഷനാണ്. ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ ലെറ്റ് ഇറ്റ് ഗോ. പക്ഷേ സ്നേഹയ്ക്ക് എഗെയിൻ നിങ്ങളുടെ കമന്റ് ബോക്സിനകത്ത് സ്നേഹ ചേച്ചി സൂപ്പർ, സ്നേഹ ചേച്ചിയാണ് അടിപൊളി, സീക്രട്ട് ഏജന്റ് പൊട്ട, സീക്രട്ട് ഏജന്റ് ആവട്ടെ, ഇന്നെ ചവിട്ടി താത്തി ഇവളെ പൊക്കി പറയുന്നത് കാണാൻ കമന്റ് ബോക്സിൽ ഇവർക്ക് കാണണം. അതിന് വേണ്ടിയിട്ട് സ്നേഹ ഈ കണ്ടന്റിനെ കൊണ്ട് പറഞ്ഞെടുപ്പിക്കുകയാണ്. മനസ്സിലായെങ്കിൽ അതിനായിട്ട് വന്നിരിക്കുകയാണ്. ആകെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ മര്യാദയ്ക്ക് ഒരു ജോലി എടുത്ത് നല്ല രീതിയിൽ പോണ ഒരുത്തിയാണ്. ഇവളെയും കൂടി പിടിച്ചവിടെ ഇരുത്തിയിട്ട് ലാസ്റ്റ് ആ ജോലിയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പണി പാടും. ജോലി പോയി കഴിഞ്ഞാൽ അവിടെ പുറത്തിരിക്കുന്ന എല്ലാ വീട്ടിലും കയറിയിരിക്കും, പൊതു ശല്യമായിട്ട് തന്നെ ഞാൻ പ്രഖ്യാപിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് ഓസിയുടെ കുട്ടി ഓമി. നല്ല ക്യൂട്ട് കേട്ടോ, അടിപൊളി കുട്ടിയാണ്, നല്ല രസമാണ്, കുട്ടികളൊക്കെ ഭംഗിയാണ്, നല്ല രസമാണ്, പക്ഷെ ഭയങ്കര ആക്റ്റീവ് ആണ്, നല്ല രസമാണ്. അപ്പൊ ആ എൻവയോൺമെന്റിൽ ആ കുട്ടി ഓക്കെയാണ്. സോഷ്യൽ മീഡിയ ഇതൊക്കെ യൂസ് ടു ഇറ്റ്, അങ്ങനെ യൂസ് ആയി വരുന്നു, അവരത് യൂസ് ആക്കുന്നുണ്ട്, വിച്ച് ഈസ് റിയലി ഗുഡ് ടു സീ. ബിക്കോസ് കുട്ടികൾ അങ്ങനെ തന്നെ വളരണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലേ. മോശമൊന്നുമില്ലല്ലോ അവരെ മാറ്റി നിർത്തുന്നതോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഭയങ്കര ക്രിറ്റിസിസം അങ്ങനെ വരാറുണ്ട്. ഇത് കുട്ടികൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കണോ വേണ്ടെന്നുള്ളതും ആൻഡ് എന്തൊക്കെ കാണിക്കാൻ വേണ്ട എന്നുള്ളതും കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ ഇറ്റ്സ് ഗുഡ്. വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവരുടെ കാര്യത്തിൽ അത് അവർ സ്വയം പഠിക്കുന്നേ ഉള്ളൂ തോന്നുന്നു. ഇത്ര കാലമായിട്ട് ബാക്കി പകർന്നു കൊടുക്കാനുള്ള ഇതായിട്ടില്ല ഗുഡ്. പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നത് അവർക്ക് ഇപ്പോഴും അത് തെറ്റാണെന്നൊന്നും തോന്നുന്നില്ല. അവർക്കത് ഇപ്പോഴും ഓക്കെയാണ്. അവർക്ക് ഞാൻ ഈ വിഷയത്തിനെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്, അല്ലാത്ത വിഷയങ്ങളെ കുറിച്ച്. ഓക്കെ, അമ്മമ്മ വിഷയങ്ങൾ, ഇത് അപ്പച്ചി വിഷയം, പുതിയ ലൂപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അതെ, കെ ഫാമിലിയിലെ ഇപ്പത്തെ പ്രശ്നം അപ്പച്ചിയാണ്, അപ്പച്ചി. അപ്പോൾ ഈ ഒരു വ്ളോഗ്, ബർത്ത്ഡേ വ്ളോഗ് കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നേരെ കയറി ഫോണൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ടോ. യു ആർ നോട്ട് പ്രൊഫഷണൽ സ്നേഹ, കം ഓൺ. ഇന്റെ ഫോണ് അങ്ങനെ പല ശബ്ദം ഉണ്ടാക്കും, അത് ഇന്റെ ഫോൺ, അല്ലെങ്കിൽ വേറെ സ്വന്തമായിട്ട് വേറെ വാങ്ങിക്കോ. ഇത് ഞാൻ മേടിച്ചു തന്നല്ലേ, ഇതിന്റെ കാശ് അനീഷിനെ പോലെ അവിടെ ഈഗോ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും പ്രതികരിക്കണം, എനിക്ക് വേണ്ടി ശബ്ദം ഉയർത്തണം. അതെ, ഒരു മൊബൈൽ കടയിൽ പോയിട്ട് ഐഫോൺ 16 വാങ്ങാൻ പോയുള്ളൂ, 17ന്റെ ഷെൽഫിക്ക് നോക്കിയിട്ട് 17 അന്ന് അനീഷ് കളിച്ചിട്ട് വാങ്ങിയതാണ്. എന്നിട്ട് ഓള് പറയാ എന്റെ കാശ് മണി ഇതപ്പോ തരും, എന്തിന്റെ കാശ് എപ്പോ തരും ഇതിന്റെ. അയ്യോ നമ്മള് പറയാൻ വന്നത് അറിയുന്നത്, സോറി ഗൈസ്, ഞങ്ങൾ മാറിപ്പോയി. ഇതാണ് പ്രശ്നം. ഇനി ഞങ്ങൾ ഇങ്ങനെ ഈ പറഞ്ഞ ബിഗ് ബോസ് അല്ലാത്ത വീഡിയോസിൽ വരുമ്പോ ഈ പ്രശ്നം നിങ്ങൾ കാണും. ഞങ്ങൾ തമ്മിൽ പൂരടിയാ, ബിഗ് ബോസ് അവരടിയാകുമ്പോ ഇത് തമ്മിൽ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ബർത്ത്ഡേ വ്ളോഗ് അത്യാവശ്യം എല്ലാവരും കണ്ടു കാണും. കാണാത്തവരുണ്ടെങ്കിൽ സ്നേഹം കണ്ടിട്ടില്ല. അപ്പോൾ സ്നേഹയ്ക്ക് ഇപ്പോൾ അവരുടെ വ്ളോഗിലുള്ള പോർഷൻ, അതായത് ഇപ്പോൾ അവർ ട്രിം ചെയ്ത് വെച്ച ആ വ്ളോഗിൻ്റെ പോർഷൻ ഞാനിവിടെ പ്ലേ ചെയ്യാം. അതായത് ഇപ്പോൾ ആര് കയറി നോക്കിയാലും കാണുന്ന ഈ ഒരു വേറൊരു വേർഷൻ ഉണ്ടായിരുന്നു, അത് അവർ ട്രിം ഡൗൺ ചെയ്തതാണ്. ഓക്കെ, അതിനുശേഷം അവർ കമൻറ്റും അവിടെ പിൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ട്രിം ഡൗൺ ആയിട്ടുള്ള പോർഷൻ ഞാനിവിടെ വയ്ക്കാം. അതായത് അഹാന അപ്പച്ചിയോട് കടന്നു പുറത്ത്, ഫ്രെയിമിൽ നിന്ന് പുറത്ത് എന്ന് പറഞ്ഞു എന്നും ഇഷാൻ കൈ തട്ടി മാറ്റി എന്നും സിക്രി അത് സിന്ധു കൃഷ്ണ അപ്പച്ചിയോട് ഡ്രസ്സ് മര്യാദയ്ക്ക് ഇടണമെന്ന് കാണിച്ചു എന്നും പിന്നെ പാവം അശ്വിനെ ഒരു സൈഡാക്കി എന്നും 1 വയസ്സുള്ള ഓമിയുടെ ബർത്ത്ഡേയുടെ കേക്ക് എന്തിനാണ് 10-30 വയസ്സുള്ള ദിയാകൃഷ്ണ മുറിച്ചത് എന്നും അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇത്രയും പ്രശ്നം, വെരി കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ്. അയ്യോ, ഇത് അന്താരാഷ്ട്ര പ്രശ്നമാണ്, നമുക്ക് ചർച്ച ചെയ്തിട്ട് എന്തായാലും പോകാൻ പറ്റുള്ളൂ. അതെ, കാശ് കിട്ടുള്ളൂ.
ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ആ വീഡിയോ. ഇത്രയാണ് ഇപ്പോൾ ഇവർ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത വേർഷനകത്തുള്ളത്. ആൻഡ് ഇതിൽ നേരത്തെ ഈ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, അശ്വിൻ്റെ വീട്ടുകാരില്ല. അത് വേറൊരു പ്രശ്നം. അങ്ങനെ ആകെ മൊത്തം പ്രശ്നങ്ങളാണ് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അല്ല 1 by 1 ആയിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം, ഈ അഹാന അപ്പച്ചിയോട് അവിടുന്ന് മാറിപ്പോയിട്ട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ സീനിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഇവർ എഡിറ്റ് ചെയ്ത് കളഞ്ഞ ഒരു വേർഷൻ ഇതാണ്. അതല്ലാത്തൊരു വേർഷൻ റെഡിറ്റാണ് ഇവരുടെ ഏറ്റവും വലിയ വില്ലൻ. ഇപ്പോൾ നമ്മളാരുമല്ല, റെഡിറ്റാണ് ഇവർക്ക് പ്രശ്നം. അപ്പോൾ റെഡിറ്റിനകത്ത് ഇതിൻ്റെ ഒരു പോർഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഈ അപ്പച്ചിയോട് പോകാൻ പറഞ്ഞതിൻ്റെ ഒരു പോർഷൻ. ആ പോർഷൻ കണ്ടിട്ട്, അതായത് അഹാനയാണല്ലോ എയർ കയറിയിട്ടുള്ളത്, അഹാന ആയതുകൊണ്ട് അപ്പൊ അഹാന കയറി. ഇല്ലെങ്കിൽ ഇതിനകത്ത് ഇവരൊക്കെ കയറണ്ടേ. പക്ഷെ അഹാന കുറച്ച് അധികം കയറാൻ കാരണം ഇപ്പൊ അമ്മമ്മ ലൂപ്പ് കിടക്കുന്ന അഹാന ആയതുകൊണ്ട് അപ്പച്ചി ലൂപ്പിക്കും അഹാന വന്നു. അതായത് ഇവരെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു വിട്ടത് അഹാനയാണെന്നുള്ളത് കൊണ്ട് തന്നെ അഹാന വിട്ടുപോയത്. ഓക്കെ, അപ്പൊ അത് ആദ്യം കാണാം നമുക്ക്. അപ്പച്ചി അവിടെ നിന്ന് ഓമിയെ നോക്ക്, മനസ്സിലായോ? അഹാന പറഞ്ഞത് അതാണ്. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അതായത് അവര് കേക്ക് മുറിക്കുകയാണ് അവിടെ. ആര്? ദിയാകൃഷ്ണ കേക്ക് മുറിക്കുന്നു. ദിയാകൃഷ്ണ കേക്ക് മുറിക്കുമ്പോൾ കുട്ടി നോക്കണില്ല. കുട്ടി കൃഷ്ണകുമാറിന്റെ അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫോട്ടോ വീഡിയോ എടുക്കണം. ആ ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് അവിടെ പോയി ഈ കുട്ടീനെ വിളിക്കണം എന്നുള്ളത് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലേഡിയാണ് കുട്ടിയെ നോക്കുന്നത് തോന്നുന്നു, നോക്കാൻ സഹായിക്കുന്നത് ഈ അപ്പച്ചിയെ തോന്നുന്നു. അല്ലെങ്കിൽ അപ്പച്ചിയോട് മേ ബി അപ്പച്ചി വിളിച്ച കുട്ടി നോക്കുമായിരിക്കും, അതുകൊണ്ടല്ലേ ഇപ്പോൾ അവർ അങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ ആ ഫ്രെയിം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പച്ചീനോടൊന്ന് പോയി വിളിക്കാൻ പറഞ്ഞു, അപ്പച്ചീനോടൊന്ന് പോയി ഇരിക്കാനും പറഞ്ഞു. ഇത് 2 രീതിയിൽ എടുക്കാം. 2 രീതിയിൽ എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞാൽ, ചിലപ്പോ അപ്പച്ചിക്ക് ആ സൈഡിൽ നിന്ന് നോക്കിയാൽ ഓമീനെ മുഖം കാണാത്തതുകൊണ്ട് അവിടെ നേരെ പോയി മുന്നിൽ ഇരുന്നിട്ട് നോക്കിയാൽ മതി, അപ്പൊ കറക്റ്റ് കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ല, ഇതിൽ പറഞ്ഞ എന്താ, അപ്പച്ചി അവിടെ പോയി നിൽക്ക്, അപ്പൊ ഓമി നോക്കും. അങ്ങനെ പറഞ്ഞു ആദ്യം, അതാ പറഞ്ഞു. അത് വെരി ക്ലിയർ ആണ്. ഞാൻ ഒന്നുകൂടി കേട്ടോ. അപ്പച്ചി അവിടെ നിന്ന് ഓമിയെ നോക്ക്. അതായത് ഒരാളിങ്ങനെ, ഇപ്പൊ കുട്ടികളെങ്ങനെയാണല്ലോ മുന്നിൽ നിന്നിട്ട്, അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. കുട്ടികളെങ്ങനെ, ചെറിയ കുട്ടികൾ മുന്നിൽ നിന്നിട്ട് ആരെങ്കിലും ചാടി കളിക്കുക എന്തെങ്കിലും കാണിച്ചോ, അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഗോഷ്ടികൾ കാണിച്ച കുട്ടികൾ നോക്കും. അതിനുള്ള എക്സാമ്പിൾ ഇവരെ വ്ളോഗിൽ തന്നെ ഉണ്ട്, കണ്ടോട്ടോ. ഇതാണ് സാധനം. അതായത് വീഡിയോ ഫോട്ടോഗ്രാഫേഴ്സിന് അവരുടെ ക്യാമറയിലേക്ക് ആ കുട്ടികൾ ലുക്ക് വരണമെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ മുന്നിൽ ആരെങ്കിലും, അങ്ങനെയുള്ള ചെറിയ കുട്ടികൾ മുന്നിൽ പോക്കറി കാണിച്ച് നമ്മൾ കുട്ടികളെ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ നോക്കും. അങ്ങനത്തെ ഒരു സാധനം അഹാന അവരുടെ ഈ പറഞ്ഞ അപ്പച്ചീനോട് പറഞ്ഞു. ഓക്കെ, പിന്നെ അഹാനെ പറഞ്ഞോട് ഇരുന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇനിയിപ്പോ ഫ്രെയിമിൽ നിന്ന് മാറാനാണെങ്കിൽ പോലും ഇറങ്ങി പൊടി അപ്പച്ചി, ഈ പൊടി പൊടി അപ്പച്ചി നല്ലല്ലോ പറഞ്ഞേ. അപ്പച്ചി അല്ല, അതൊന്നുമില്ലല്ലോ പറഞ്ഞേ. എന്താ പറഞ്ഞേ? അപ്പച്ചി അവിടെ ഇരുന്നോ. ഞാൻ ഇത് എത്ര പേർക്ക് എഗെയിൻ ഇത് കണക്ട് ആവുമെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ഇതിന്റെ ഒക്കെ ഫ്രണ്ട്സിന്റെ ചില കല്യാണങ്ങളിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്സും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, നമ്മളെ വീട്ടിലെ ചില ഫംഗ്ഷൻസിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ നമ്മൾ പറഞ്ഞില്ലെങ്കിലും സ്റ്റേജിൽ നിൽക്കും, ചുമ്മാ കയറി വരും, ചുമ്മാ നിൽക്കും, ഒക്കെ നമ്മളെ ക്ലോസ് റിലേറ്റീവ്സ് ഒക്കെ ആവും. ഇവർക്ക് നമ്മൾ പറയണോ ഒന്ന്, എന്താ അറിയോ, ഇവർ ഈ പാർട്ടി വെച്ച തന്നെ നിങ്ങൾ നോക്കി എന്ത് മൂടാ. ഇവരുടെ ഫാമിലി കൃഷ്ണകുമാർ ഫാമിലിയുടെ എക്സ്ക്ലൂസീവാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇവർ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ഒരു കോണ്ടന്റ് ആണ് ഇവർക്ക്. ദിയാകൃഷ്ണയ്ക്ക് ഇതൊരു കോണ്ടന്റ് ആണ്. അതായത് ഇവരുടെ ഫാമിലി കൂടിയിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. ദിയാകൃഷ്ണയുടെ അടുത്ത കോണ്ടന്റ് എന്താ, അശ്വിന്റെ വീട്ടുകാർ കൂടിയിട്ട് ഓമിയുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അടുത്തൊരു കോണ്ടന്റ് എന്താ,
ഈ പറഞ്ഞ ഓബയോസിന്റെ മറ്റേ ജ്വല്ലറി കടയിൽ ഇവരെല്ലാരും കൂടിയിട്ട് ഓമിയുടെ ഒരു കേക്ക്. അപ്പൊ 3 കോണ്ടന്റ് ആണ്. പ്യുവർലി കോണ്ടന്റിന് വേണ്ടി, കോണ്ടന്റ് മിൽക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഇവന്റ് തന്നെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. നമ്മളൊക്കെ എന്തിനാ ഒരു ഇവന്റ് വെക്കുക, ഒരു കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ, ആ കുട്ടിയുടെ ബർത്ത്ഡേ എല്ലാവരെയും വിളിക്കുന്നു, അത് കോണ്ടന്റിലുപരി നമ്മളെ ഹാപ്പിനെസ് അല്ലെങ്കിൽ സാധനങ്ങളാണ്. ഇവർക്ക് ഇത് കോണ്ടന്റ് ആണ്. ഓക്കെ, എല്ലാം കോണ്ടന്റ്. അപ്പൊ ആ കോണ്ടന്റിന് വേണ്ടി ഒരു സാധനം എടുക്കുമ്പോൾ അതങ്ങനെയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ദിയാകൃഷ്ണൻ അങ്ങനെ ആയും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ 3 സെപ്പറേറ്റ് കോണ്ടന്റ് ആയി, 3 ബർത്ത്ഡേ ഫംഗ്ഷനായി, 3 സെപ്പറേറ്റ് കോണ്ടന്റ് ആയി. അല്ലാതെ ഇത് അവരൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ വെച്ചിട്ട് അശ്വിന്റെ ഫാമിലി വിളിക്കണ്ട അന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിളിക്കാതിരുന്നാണ് തോന്നുന്നുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് വിളിക്കണ്ട ചിലപ്പോ വിളിച്ചിട്ട് വരാത്തത് എന്തെങ്കിലും സാഹചര്യം റീസൺസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഇവരുടെ എക്സ്ക്ലൂസീവ് ആണ്, ഈ ഫാമിലിക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരെടുത്തൊരു സാധനം. ആൻഡ് ഇതേപോലെ ഈ കുട്ടി മുന്നിക്ക് നോക്കുക എന്നുള്ളൊരു ഫാക്ടർ ഉള്ളത് കൊണ്ടായിരിക്കണം അഹാന ഈ എന്താ പറയാ കുഞ്ഞമ്മേനോട് അപ്പച്ചീനോട് കുറച്ച് മുന്നിൽ പോയി, അങ്ങനെ തന്നെ അതിൽ പറയണേ, അപ്പച്ചി ഒന്ന് മുന്നിൽ പോയി ഓമീനെ നോക്ക്. അതായത് ഓമി അപ്പൊ തിരിച്ച് നോക്കുന്നുള്ളത് കൊണ്ട്, കാരണം ആ ഫ്രെയിമിലില്ല, കാരണം അപ്പോഴാണ് ദിയാകൃഷ്ണ കേക്ക് മുറിക്കണേ. എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, നമുക്കൊരു ഹെയ്റ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു വിഷയങ്ങൾ ഉണ്ടാവാം, പക്ഷെ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാണ്. അഹാന കൃഷ്ണ അപ്പോൾ അപ്പച്ചീനോട് ഗെറ്റ് ഔട്ട് അടിച്ച് പോയി ഇരിക്കാൻ പറഞ്ഞു, ഇന്ന് അഹാന കൃഷ്ണൻ വന്നിട്ട് നീ ആരടി എന്നൊക്കെ ചോദിച്ചിട്ട് 4 ഡയലോഗ് അടിച്ചിട്ട് പോയാൽ നല്ല വ്യൂസ് കിട്ടൂലോ എന്ന് വിചാരിച്ചിട്ട് അത് വെളുപ്പിക്കാൻ പറഞ്ഞൊന്നുമില്ല. ഞാൻ എനിക്ക് ഓണസ്റ്റ് നമുക്ക് തോന്നിയ കാര്യമാണ്. ഞാൻ ഇപ്പോഴും വോയിസ് ക്ലിയർ അല്ല എനിക്ക്, എന്നാലും ഞാൻ പറയാ എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് കാണാനില്ലെങ്കിൽ പുറത്ത് കുറച്ച് മുന്നേ പോയി നിന്നാൽ കറക്റ്റ് കാണും എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് വളരെ വോയിസ് വളരെ ക്ലിയർ ആണ്. ഈ ഫോൺ ഇത് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയോ, വളരെ ക്ലിയർ ആണ് ആ വോയിസ്. അത് ആരെങ്കിലും റീപ്ലൈ അടിച്ച് വേണമെങ്കിൽ കണ്ടോ, ആ വോയിസ് വളരെ ക്ലിയർ ആയിട്ട് കണ്ടോ. അപ്പച്ചിയാണ് പോയി അവിടുന്ന് നോക്കുമോ എന്ന് പറയുന്നുണ്ട്, ഓമീനെ അവിടുന്ന് നോക്കുമോ എന്ന് പറയുന്നുണ്ട്. അത് ആ കേക്ക് മുറിക്കുന്ന സമയത്ത് ക്യാമറ കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ഒഴിവാക്കണമെങ്കിൽ കേക്ക് മുറിക്കുന്നതിന് മുന്നേ കേട്ടോ. ഇനി മനഃപൂർവ്വം ഇവർക്ക് ഈ അപ്പച്ചീനെ വേണ്ട, അപ്പച്ചി വലിഞ്ഞു കയറി വന്നതാ, അല്ലെങ്കിൽ അപ്പച്ചി ഒരു പ്രോബ്ലം ആണെന്ന് വിചാരിച്ചോ. ഞാനിവിടെ കുറച്ച് വിഷ്വൽസ് പ്ലേ ചെയ്യുന്നുണ്ട്. ഈ വിഷ്വൽസിനകത്തൊക്കെ അപ്പച്ചി ഉണ്ട്. ഈ വിഷ്വൽസിനകത്തൊക്കെ അപ്പച്ചി നിന്നുള്ള വിഷ്വൽസും ഉണ്ട്, അതേ വിഷ്വൽസ് അപ്പച്ചി ഇല്ലാതെയും ഇവർ എടുത്തിട്ടുണ്ട്. 2 വിഷ്വൽസും അവരെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവർക്ക് ഈ അപ്പച്ചീനെ ഇത്ര കണ്ടുകൂടാ, അല്ലെങ്കിൽ ഇത്ര അയ്യാണ്, അല്ലെങ്കിൽ ഇത്ര വേണ്ട എന്നുള്ള മൂഡിലാണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ കുട്ടീനെ ഒറ്റയ്ക്ക് കൈ കൊടുത്തിട്ടുണ്ട് അപ്പച്ചീൻ്റെ. ഹാപ്പിയുടെ കുട്ടി അപ്പച്ചീൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രെയിം ഒന്നും ഇതൊന്നും വ്ളോഗിൽ കണ്ടത് ആരും കണ്ടില്ലേ? സീരിയസ് ആയിട്ട് ഇതൊന്നും ആരും കണ്ടില്ലേ? ഇതൊന്നും ആർക്കും കാണാനില്ലേ? ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ ഇഷ്ടം കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വ്ളോഗ് ഇപ്പൊ ഇന്നും കംപ്ലീറ്റ് ചെയ്തത്, ഞാൻ 2 ദിവസമായിട്ട് കംപ്ലീറ്റ് ചെയ്തത്, ഞാൻ ട്രാവലിംഗ് ആയതുകൊണ്ട്. ഞാനപ്പോ ഇത് കണ്ടപ്പോ എനിക്ക് കംപ്ലീറ്റ് വ്ളോഗ് ഫ്ലോയില് കണ്ടപ്പോഴാണ് ഒഴിവാക്കാന്നുണ്ടെങ്കിൽ കേക്ക് മുറിക്കുന്നതിന് മുന്നേ തന്നെ പറയുമല്ലോ. കാരണം ഇവര് അങ്ങനെ മടിക്കുന്ന ആൾക്കാരൊന്നുമല്ല, ഉള്ള കാര്യം പറയാം. അഹാനയാണെങ്കിലും ദീ ആണെങ്കിലും പറയും അപ്പച്ചി കേക്ക് മുറിക്കാണ്, അപ്പച്ചി വരണ്ട, മുഖത്ത് നോക്കി പറയും. അങ്ങനെ ഞാൻ കേക്ക് മുറിക്കുന്നതിന് മുന്നേ തന്നെ പറയാം, തിരിഞ്ഞിക്കുമ്പോ പറയേണ്ട കാര്യമില്ല. കേക്ക് മുറിക്കുമ്പോ അത് മാത്രല്ല, ഇതിനകത്ത് അൻസുബിയാണ് അപ്പച്ചി ഇവിടെ വന്ന് നിൽക്കുക, ബാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ആ ഫ്രെയിമിക്ക് വിളിച്ച് കയറ്റുന്ന അൻസുബിയാണ്. അതും അവിടെ വളരെ ക്ലിയർ ആണ്. മാത്രല്ല ഇഷാനി കൈ തട്ടി എന്ന് പറഞ്ഞു. ഇഷാനി എന്തിനാ കൈ തട്ടി? കേക്ക് ആ കുട്ടീന്റെ കാലുമ തൊടാൻ പോയപ്പോൾ തട്ടിയതല്ല, ആ അമ്മച്ചി ആ കേക്കിന്റെ മുകളിൽ കൈ കൊണ്ടുപോയപ്പോ ഒരു ഡെക്കറേറ്റീവ് ഒരു അല്ലാതെ നമ്മളായിരുന്നു എല്ലാവർക്കും ചെയ്യപ്പെട്ടെ. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മമ്മ കൈ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ പറയും, കുട്ടികളോട് തന്നെ പറയൂ. ചിലപ്പോ അമ്മാന്റെ കേക്ക് കൊടുക്കുമ്പോ കൈ മാറ്റി പറഞ്ഞു ഞാൻ തട്ടി മാറ്റാറൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതാ ഫ്രെയിം അവർ സെറ്റ് ചെയ്ത് വെച്ചൊരു സാധനം. അപ്പൊ അത് കൈ ഒന്ന് താത്താൻ പറയുമ്പോ ഒരു താത്തി. സിന്ധുകൃഷ്ണ ഡ്രസ്സ് അപ്പച്ചീന്റെ മാറി കിടക്കുമ്പോ അത് ശരിക്കാക്കാൻ പറയുന്നത് പ്രശ്നം എന്താ? നമ്മള് പറയാറുണ്ട്, എന്റെ അമ്മമ്മയോട് എന്റെ അമ്മയും ചെറിയമ്മയൊക്കെ പറയാറുണ്ട് സാരി കൊടുത്ത് ശരിയായിട്ടില്ലെന്ന് ശരിയാക്കുന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. ആ സമയത്തൊക്കെ അവര് കേക്ക് കൂടെ പോകുമ്പോഴും കൈ മാറ്റാനൊക്കെ ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊന്ന്. ഇനി അടുത്തത്, ഈ കുട്ടിയുടെ ബർത്ത്ഡേ കേക്ക് മുറിച്ചത് ഈ കുട്ടിയുടെ അമ്മയാണ്. അതൊരു വലിയ വിവാദമായിട്ടുണ്ട്. അത് ഈ കുട്ടിയുടെ അമ്മ എന്തിനു കേക്ക് മുറിച്ചു? എടേ ഞാൻ പിന്നെയും ചോദിക്കുന്നത്, അമ്മയല്ലേ മുറിച്ചേ? റോട്ടിൽ കൂടി പോണ ഏതെങ്കിലും ഒരു ചേച്ചീനെ ഒഴിച്ച് മുറിപ്പിച്ചൊന്നുമില്ലല്ലോ. കണ്ടോട്ടാ, ഓക്കെ. മെയിൻ സംഭവിച്ചാല് ഓമിക്ക് ഏറ്റവും ഇഷ്ടം കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിനെയാണ്. അതാണ്. അതായത് കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ പറയണ്ട അറിയോ,
ബർത്ത്ഡേക്ക് കുട്ടികൾ അച്ഛൻ ഇപ്പുറത്ത് അമ്മ ഇപ്പുറത്ത്, കുട്ടി നടുവിൽ, കുട്ടിയുടെ കയ്യിൽ അച്ഛനും അമ്മയും കൈ പിടിച്ച് ഇങ്ങനെ കേക്ക് മുറിപ്പിക്കും. എന്തുകൊണ്ട് ഇത് ദിയാകൃഷ്ണൻ മുറിച്ചു? നിങ്ങളൊന്ന് ആ ഫ്രെയിം ശരിക്കും കാണ്. ആ ചെക്കൻ അവിടെ കൃഷ്ണകുമാറിന്റെ അടുത്തുനിന്ന് ഒരാളധികം പോണില്ല, ഒരാളധികം പോണില്ല, കരയാണ്. ദിയാകൃഷ്ണ കേക്ക് മുറിക്കണ ആ ചെക്കനെ വിളിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് തന്നെ പിടിച്ച് കയറി. അപ്പൊ അങ്ങനെ പിടിച്ച് കയറിയിട്ട് കരയിപ്പിക്കണോ? പക്ഷെ അച്ഛനും അമ്മയും കുട്ടികളെ വെച്ച് ചെയ്യിക്കും, പക്ഷെ അപ്പൊ കരയും. ഇവര് ഇത് പറഞ്ഞാൽ കുട്ടീനെ കരയിക്കണ്ട, ആ ഫ്രെയിം ഭയങ്കര ഹാപ്പി ആവണമെന്ന് വിചാരിച്ചിട്ട് കൃഷ്ണകുമാറിനെ ഇന്ന് കുട്ടീനെ എടുത്തില്ല. അവിടെ അമ്മയല്ലേ മുറിച്ചേ, അല്ലെങ്കിൽ വലിയ മാതൃത്വം, അമ്മ മറ്റതാണ്, അമ്മപ്പാസം, അമ്മയാണ് എല്ലാം എന്ന് പറയുന്ന സൊസൈറ്റി ഒരു അമ്മ കേക്ക് മുറിച്ചതിന് എന്തെങ്കിലും നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നമുള്ളത്? ആ അമ്മ പ്രൊട്ടക്ട് ചെയ്ത് വന്നൊരു കുട്ടിയാ പുറത്ത്, അല്ലേ? ആ കുട്ടീനെ അമ്മ മുറിച്ച ഇന്ന് പ്രശ്നം എന്താ ഇവിടെ? ആ കുട്ടീനെ അമ്മ മുറിച്ചത് പ്രശ്നം. ഇനി അച്ഛൻ വന്നില്ല, അച്ഛൻ നിന്നില്ല, അച്ഛൻ കരുവേപ്പിലാണ്. ഒന്നാമത്തെ വിഷയം അത് അശ്വിന്റെ ആറ്റിറ്റ്യൂഡിന്റെ വിഷയമാണ്. ഞാൻ പലപ്പോഴായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്, അശ്വിൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എപ്പോഴും ആ ഒരു എന്താ പറയാ അധികം സംസാരിക്കാതെ അതിങ്ങനെ ഇവരുടെ ഒരു എന്താ പറയാ എക്സ്ട്രാ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല ആര്, അശ്വിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഈ അശ്വിനെ പോലുള്ള കഥാപാത്രങ്ങളുടെ വിഷയം എന്താ പറയുക, നമുക്ക് എപ്പോഴും അവരോട് ഒരു അയ്യോഭാവം തോന്നും. മനസ്സിലായില്ലേ? അവരോട് തോന്നുന്ന അയ്യോഭാവം ബാക്കിയുള്ളവരോട് ചിലപ്പോൾ ദേഷ്യവും. ആ കാരണം കൊണ്ട് ഇയാൾ പാവമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഇയാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഭയങ്കര എക്സ്ട്രാ ആക്റ്റീവ് ആവുമ്പോൾ ഈ ദിയാകൃഷ്ണന്റെയും അശ്വിന്റെയും പ്രശ്നത, ദിയ ഭയങ്കര എക്സ്ട്രാ ആക്റ്റീവ്, അശ്വിൻ ഭയങ്കര സട്ടിലാണ്. അപ്പോൾ ഈ സട്ടിൽനെസ് ഉള്ളതുകൊണ്ട് ദിയ എന്ത് ചെയ്താലും മുളച്ചു നിൽക്കും. കാരണം ഇപ്പുറത്തെ ആള് ഭയങ്കര സട്ടിലാണ്. ഇവിടെ അത് തന്നെയാണ്. അശ്വിൻ്റെ കംഫർട്ട് സോണിലാണ്, ദിയേന്റെ കംഫർട്ട് സോണിലാണ്. കുട്ടീനെ കംഫർട്ട് സോണിൽ അവർ വിട്ടു. അശ്വിൻ എന്തുകൊണ്ട് അച്ഛൻ കുട്ടീനെ എടുത്തില്ല? അമ്മച്ചന്റെ കയ്യിൽ ആ കുട്ടി ഹാപ്പി ആയിട്ട് പോയി വലിച്ചു കുറച്ചെടുത്ത് കരയിക്കണ. ഇനി മനസ്സിലാവണില്ല എന്താണ് ഇത് എന്റെ മാത്രം ചിന്തയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്കിതൊക്കെ കണ്ടിട്ട് ഇതാണ് പറയാൻ തോന്നുന്നത്. അല്ലാതെ അച്ഛൻ കുട്ടിയെ എടുത്തില്ല, അമ്മ അച്ഛനും അമ്മയും കുട്ടീനെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരഞ്ഞിരുന്നു. പിന്നെ ആ പരിപാടി ആകെ കൊള്ളായിരുന്നു. കാരണം ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അമ്മാൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും കേക്ക് മുറിക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. ഫുള്ള് ഭയങ്കര കരച്ചിൽ, ചൂടും മറ്റേതും ഇതൊക്കെ കാര്യം. അപ്പൊ അച്ഛൻ്റെ അമ്മേൻ്റെ ഒപ്പം നിൽക്കണ ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുക. ആ കുട്ടിയുടെ ഇനിയിപ്പോ ഈ വ്ളോഗിനകത്ത് ഓസിയോ അശ്വിനോ ഈ കുട്ടീൻ്റെ അടുത്ത് കൈ പിടിച്ച് വിചാരിച്ചു, കുട്ടി കരഞ്ഞു എന്ന് വിചാരിച്ചോ? കണ്ടു, ആ കുട്ടി അച്ഛന്റെ അമ്മേന്റെയും കയ്യിലടക്കം സന്തോഷത്തിലല്ല, കുട്ടിയെ കരയിച്ചിട്ടാണോ നിങ്ങൾ വ്ളോഗ് എടുക്കുന്നേ? കുട്ടി കരഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കേക്ക് മുറിച്ചാ പോരെ? അപ്പൊ വേറെ സാധനം വരും. ഇങ്ങനെ സോഷ്യൽ മീഡിയ ആണ്, ഇതിലൊരു ഓഡിറ്റ് നടക്കും. ഡെഫിനറ്റ്ലി ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്ന വീഡിയോസ് ആണ് ഇവര്, അറിയാതെ ഇടുന്നൊന്നുമല്ല. പിന്നെ ചിലർ ചോദിക്കും, പിന്നെ എന്തിനാണ് ഈ അപ്പച്ചിയുടെ പോർഷൻ ട്രിം ഡൗൺ ചെയ്തത്? മനസ്സിലായോ? ഇതിനകത്തൊരു കോമെന്റ് എന്നിട്ട് ഇവർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വായിച്ചാ. To all the people, അല്ലേ? To all the people criticizing in the comments about Apache being asked to sit aside, wouldn't you want a family picture with just your sister and immediate family in a milestone birthday party of the first baby in your family? This is unnecessary nitpicking. Just because you dislike someone or something they said did, not everything they do is wrong. Sometimes when you have nothing nice to say, don't say anything at all. ഇതിനും നല്ല എന്നെ കൊണ്ട് വായിപ്പിക്കാതിരിക്കുന്നു. ആർക്ക് വേണ്ടി വായിച്ചത്? To all the people criticizing in the comments about Apache being asked to sit aside, wouldn't you want a family picture with just your sister and immediate family in a milestone birthday party of the first baby in your family? Keto. This is unnecessary nitpicking. Just because you dislike someone or something they said or did, not everything they do is wrong. Sometimes when you have nothing nice to say, don't say anything at all. മനസ്സിലായോ? ഇത് അവരിട്ട ഈ ഒരു കോമന്റിനും ക്രിറ്റിസിസം, കമന്റും പ്രശ്നമാണ്. കമന്റ് പറഞ്ഞതിന് എനിക്കൊരു തെറ്റും. ഓൾറെഡി ഹാനന്റെ ഫാമിലിക്ക് മൊത്തം ഒരു ഡിസ്ലൈക്ക് ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ എന്ത് ചെയ്താലും ഹാന ഓൾറെഡി എയറിലാണ്, ഹാനന്റെ അമ്മ എയറിലാണ്, മൊത്തത്തിൽ ഫാമിലി അങ്ങനെ നിൽക്കുന്ന സാഹചര്യം. എല്ലാ ക്രീകളും എയറിലാണ്. ആ ക്രീകൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം കൂടി കാണുമ്പോഴത്തേക്ക് അത് എക്സ്ട്രാ ഒരു സീനായിരിക്കും. പിന്നെ ഇത് എന്തുകൊണ്ട് ആ ഒരു പോർഷൻ ഇതിന്ന് ട്രിം ഡൗൺ ചെയ്തു അല്ലെങ്കിൽ അതില്ല എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ദേ വുഡ് ഹാവ് ഫെൽറ്റ് ലൈക്ക് എന്താ പറയാ, എന്തിനാ ഇനിയൊരു എക്സ്ട്രാ എന്ന് വിചാരിച്ച് മാറ്റിയതായിരിക്കും ഇവിടെ. അല്ല അതിന് കാരണം ഇത് കാണുന്ന അപ്പച്ചിക്ക് ചിലപ്പോൾ സങ്കടമായാലോ, ഈ അപ്പച്ചിന്റെ റിലേറ്റീവ്സിനായിരിക്കും സങ്കടമായാലോ എന്ന് വിചാരിച്ച് മാറ്റിയായിരിക്കും. അതിലും കൂടുതൽ എനിക്ക് തോന്നുന്നില്ല. ശ്രദ്ധിക്കാതെ ഇട്ടല്ലോ വീഡിയോ, അങ്ങനെ എഡിറ്റ് ചെയ്ത് ഇട്ടുണ്ടല്ലോ ഫസ്റ്റ്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇവർ എക്സ്ട്രാ കെയർഫുൾ ആവണം ഈ ഫാമിലി മൊത്തം.
നിങ്ങൾ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഓഡിറ്റിങ് നടക്കുന്നുണ്ട്. സോ നിങ്ങൾ എക്സ്ട്രാ കെയർഫുൾ ആവണം ഒന്ന്. അല്ലെങ്കിൽ ഇതൊക്കെ നടന്നോട്ട് ഒരു വിഷയമില്ല, ഞങ്ങൾക്ക് റീച്ചാണ് ഇതൊക്കെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ എന്താണ് ഓക്കെയാണ്. ആ രീതിയിൽ വേണമെങ്കിൽ എടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും സാധനം എടുക്കാൻ പറ്റും. എൻഡ് ഓഫ് ദ ഡേ ദേ ആർ ഗെറ്റിംഗ് റവന്യൂ. അവരുടെ പേര് വീണ്ടും വീണ്ടും ഹാഷിൽ വരുന്നു, അവരുടെ വീണ്ടും വീണ്ടും സെർച്ചിൽ വരുന്നു, വീണ്ടും വീണ്ടും റീച്ച് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല. ഡൗൺ ആണോ അതോ വേറെ ആരെങ്കിലും എടുത്ത് പുറത്തിട്ടോ? ട്രിം ഡൗൺ ആണ്, ഐ തിങ്ക് ട്രിം ഡൗൺ. നെഗറ്റീവ് കമന്റ്സ് കുറെ വന്നിട്ടുണ്ടാവും, അതുകൊണ്ട് ടു മച്ച് ഓഫ് കമന്റ്സ് വന്നപ്പോ അതും അഹാനക്ക് ആണത് വരുന്നത്. ടാർഗറ്റഡ് ടു അഹാന എന്നാവുമ്പോ അത് ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ എന്നുള്ള രീതിക്ക് ചെയ്തതായിരിക്കാം. അത് മറ്റേ ഓസിന്റെ വീഡിയോയിലാണ് അഹാനെ കുറിച്ച് വരുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വരും ചെയ്യും. ഞാൻ പറഞ്ഞത് ഇന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അശ്വിന്റെ വീട്ടുകാർ ആ ഒരു എലമെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റീസൺ ഉണ്ടാവും, അല്ലാതെ ഇപ്പൊ വിളിക്കാതിരിക്കൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇനി അടുത്ത വീഡിയോ ചിലപ്പോൾ അശ്വിന്റെ വീട്ടുകാരുടെ ഒപ്പമുള്ള അപ്പൊ നിങ്ങൾ വന്നിട്ട് മറ്റൊരു വിളിച്ചില്ല, വിളിച്ചില്ല, 4 കുട്ടികളെ വിളിച്ചില്ല എന്ന് പറഞ്ഞ അത്ര ഉണ്ടാക്കുമായിരിക്കും, പറയാൻ പറ്റില്ലല്ലോ. അത് ഓരോ സമയത്ത് ഓരോ സ്വഭാവം. അതായത് നമ്മൾ മലയാളി, ഞാൻ ഇന്ന് ഒരു കമന്റ് വെച്ചു, മലയാളികൾ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് പറയുമ്പോൾ ഇവരെ ഭാഗത്തേക്കും, ഒരു സ്ഥലത്ത് പറയുമ്പോൾ അവരെ ഭാഗത്തേക്കും. മേ ബി അങ്ങനെയാണ് ബേസിക്കലി എല്ലാവരും തന്നെയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇന്നലെ പറഞ്ഞത്, പക്ഷെ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ രീതിയിൽ അനലൈസ് ചെയ്യാണ്. നമുക്ക് നല്ലത് തോന്നുന്ന കറക്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ കറക്റ്റ് പറയും, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പറയും. അത് ഒന്നും ഒരാൾ വൈറ്റ് വാഷ് ചെയ്തിട്ട് പൈസ മേടിച്ചിട്ടൊന്നും അല്ല, നമുക്ക് തോന്നി പൈസയല്ല, വൈറ്റ് വാഷും അല്ല, ഒരാളുള്ള പേഴ്സണൽ ഗ്രഡ്ജും നോക്കും. ആ സിറ്റുവേഷനിൽ എന്താ നമുക്ക് തോന്നിയത് അത് വന്ന് പറയാം. ആ സമയത്ത് ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാനിപ്പോ ഒരാളെ ന്യായീകരിച്ചിട്ട് ഒരാളെ കുറ്റം പറഞ്ഞിട്ട് മനഃപൂർവ്വം ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ മനസ്സിൽ എന്ത് ഫീൽ ചെയ്യണോ ആ സമയത്ത് അത് പറയാം. അത് ഞാനാരും മൈൻഡ് ഒന്നും ചെയ്യാറില്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ അപ്പോൾ പറയും. ഇപ്പോൾ സായിനോടാണെങ്കിൽ ഇപ്പോൾ സായി പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ഞാൻ പറയാം. ഞാൻ എപ്പോഴും ഞങ്ങളെ എതിർത്ത് പറഞ്ഞ ആൾക്കാരാണ് എല്ലാ കാര്യങ്ങളും കൂടുതലും. അപ്പോൾ ഈ കാര്യത്തിലാണെങ്കിലും ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, ഹാനിന്റെ കാര്യം എനിക്ക് തോന്നി വേറെ പെർസ്പെക്റ്റീവാണ്, സായിക്ക് തോന്നി വേറെ പെർസ്പെക്റ്റീവാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതിനി ഏതൊക്കെ ലൂപ്പിൽ പോകും ഇതൊക്കെ അല്ല, ഇവര് ലൂപ്പ് മൊത്തം ഇങ്ങനെ വയസ്സായിട്ടാ കൊള്ളാന്താണെങ്കിലും നല്ല രസമുണ്ട്. ഇനി അടുത്ത അനാലിസിസ് അശ്വിന്റെ ഒരു കാര്യം കൂടി ഉണ്ട്. അശ്വിനെ നിർത്തിയില്ല, അശ്വിനെ ചെയ്തില്ല, അശ്വിന്റെ ഡ്രസ്സ് അങ്ങനെയല്ല, അമ്മച്ചിയുടെ ഡ്രസ്സ് ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അശ്വിൻ കുട്ടീന്റെ ഒപ്പം ബ്ലോഗിന്റെ ലാസ്റ്റ് ഇരുന്നിട്ടില്ലേ പാട്ടും പാടി അവിടെ കുട്ടീന്റെ കാര്യം പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതും ഉണ്ട്. ആ ലൂപ്പിലെ പെട്ടിരിക്കുന്നത് എല്ലാവരും പോലെ ആ ഒരു ലൂപ്പില് ലൂപ്പില് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആ ലൂപ്പില് വീട് കിടക്കാണ്. വന്നവരും പോയവരും നിന്നോരൊക്കെ അടി പറ്റണില്ല. എന്തായാലും ഓമി അടിപൊളിയാണ്. അവരുടെ ഡ്രസ്സിങ്ങും എല്ലാം സൂപ്പർ ചെയ്തിട്ടുണ്ട്, നല്ല രസമാണ്. സുജിത് ഭക്തന്റെ കുട്ടി, ഇപ്പൊ ഇവരുടെ കുട്ടികളൊക്കെ നല്ല രസമാണ്. ഭക്തന്റെ കുട്ടി സൂപ്പറാ, ഭയങ്കര രസമാണ്. എനിക്ക് ഇവന്നെ ചെറിയ കട്ട്സ് ഒക്കെ വരുമ്പോ നല്ല രസമാണ്, നല്ല ചിരിയൊക്കെ നല്ല രസമാണ്. എന്റെ കരച്ചില് ഞാൻ നോക്കും ഭയങ്കരമായിട്ട് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ ഓക്കെ ഗൈസ്, ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഐ നോ ഇന്നിപ്പോ നിങ്ങള് കൃഷ്ണകുമാർ ഫാമിലിയുടെ ഏജന്റ് ആക്കുന്നുള്ളത്. അതെ, വൈറ്റ് വാഷ് ഏജന്റ് ആക്കുന്ന അറിയാം. ഒരു വിഷയമില്ല മക്കളെ, ഞാൻ പറഞ്ഞല്ലോ, കാര്യം കാണുന്നു, എന്താണ് എനിക്ക് തോന്നുന്നത്, ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. അല്ലാതെ ഞാൻ ബാക്കിയുള്ള അല്ലാതെ എല്ലാതും കൂടി വെച്ച് കൺസിഡർ ചെയ്തിട്ടല്ല. നമുക്കിപ്പോ കമന്റ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പറയാം. ഒരു വിഷയവുമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. Bye.